നമസ്കാരം. ആധ്യാത്മിക ജ്ഞാനമാകുന്ന അമൃതം നുകരുവാൻ ജ്ഞാനാമൃതധാരയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ആത്മീയ കാര്യങ്ങൾ വാർദ്ധക്യത്തിൽ മാത്രം വേണ്ടതാണെന്ന് ചിലർ ചിന്തിക്കുന്നു. അല്ലെങ്കിൽ പണ്ഡിതന്മാർക്കും പുരോഹിതന്മാർക്കും മാത്രം വേണ്ടിയുള്ളതാണെന്ന് ചിലർ തെറ്റിദ്ധരിക്കുന്നു. പക്ഷേ ശ്രീമദ് ഭഗവത്ഗീതയിൽ ഗൃഹസ്ഥനും യുവാവുമായ അർജുനന് ഭഗവാൻ ഗീതോപദേശം നൽകുന്നതായും കാണിക്കുന്നു. ജീവിത അന്ത്യത്തിലെ ആശ്രയമല്ല ആധ്യാത്മികത. ജീവിതാരംഭം മുതൽ നാം ഓരോരുത്തരും സഞ്ചരിക്കേണ്ട ശ്രേഷ്ഠമായ മാർഗമാണത്. ജ്ഞാനരത്നങ്ങളിൽ ഇന്ന് നമുക്ക് പരിധികളില്ലാത്ത ആധ്യാത്മിക ജ്ഞാനത്തിന്റെ വിശേഷതകളെക്കുറിച്ച് കേൾക്കാം. ഓം ശാന്തി. ആത്മീയത എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു പിക്ചർ, സാധാരണഗതിയിൽ 60 വയസ്സിന് ശേഷം അല്ലെങ്കിൽ മുടിയെല്ലാം നരച്ച് പല്ലെല്ലാം കൊഴിഞ്ഞ് നമ്മൾ മരണത്തെ കാത്ത് കിടക്കുന്ന ഒരു സമയം, ആ സമയം നമുക്ക് ആവശ്യമുള്ളൊരു കാര്യമാണ് ആധ്യാത്മികത അല്ലെങ്കിൽ ആത്മീയ കാര്യങ്ങൾ. അല്ലെങ്കിൽ ആ സമയത്താണ് നാമജപവും കീർത്തനങ്ങൾക്കും പ്രാർത്ഥനകൾക്കും അതിനെല്ലാം മഹത്വം. അല്ലെങ്കിൽ ആ സമയമാണ് നമ്മൾ അതിനെ ഉപയോഗിക്കുക. അപ്പം അങ്ങനെയൊരു മൈൻഡ് സെറ്റപ്പ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ധാരണ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ, എനിക്ക് തോന്നുന്നു കുട്ടിക്കാലം മുതലേ അങ്ങനെ ഒരു മനോഭാവത്തോട് കൂടിയിട്ടാണ് നമ്മളെല്ലാവരും ജീവിക്കണേ. എൻ്റെയും മനസ്സിലെ ചിത്രം അത് തന്നെയായിരുന്നു. ഇതുവരെ ഈ ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൽ വന്ന് പ്രാക്ടിക്കലി ജ്ഞാനം കേൾക്കാനും മനസ്സിലാക്കാനും തുടങ്ങിയില്ലയോ അതുവരയ്ക്കും മനസ്സിലെ ഈ ഒരു ചിത്രം കൊണ്ടാണ് നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ പിന്നീടാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, എപ്പോഴാണോ പ്രാക്ടിക്കലി ജ്ഞാനം കേൾക്കാൻ തുടങ്ങിയത്, അത് യൂസ് ചെയ്യാൻ തുടങ്ങിയത്, നമുക്കത് യൂസ്ഫുള്ളായിട്ട് മാറിയത്, ആ തെറ്റായ ധാരണകൾ അപ്പോഴാണ് തിരുത്തപ്പെട്ടത്. എന്തുകൊണ്ടെന്നല്ല, ആധ്യാത്മിക ജ്ഞാനം എന്താണ് അല്ലെങ്കിൽ ആത്മീയത എന്താണ്, അത് ആർക്കുള്ളതാണ്, എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, അപ്പം അതിനെക്കുറിച്ചുള്ള യഥാർത്ഥ തിരിച്ചറിവില്ലാത്തത് കൊണ്ടാണ് ഈ തെറ്റായ ധാരണകളിൽ നമ്മൾ പോകണേ. കാരണം ഇതുവരെ ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് ശരിയായിട്ട് അറിയില്ലയോ, അതുവരെ നമ്മളുടേതായ വിശ്വാസ പ്രമാണങ്ങൾക്കനുസരിച്ച് ചില ഊഹാപോഹങ്ങൾ നമ്മൾ നമ്മുടെ മനസ്സിലുണ്ടാക്കി ആ അസംഷനുകൾക്കുള്ളിൽ അല്ലെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് വിലയിരുത്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകും. അപ്പം അതിൽ നിന്ന് നമുക്കൊരു മാറ്റം ഉണ്ടാകണേ ആദ്യം യഥാർത്ഥമായിട്ടുള്ള ജ്ഞാനം, തിരിച്ചറിവ് വേണം. അറിവ് നമുക്ക് കിട്ടണം. അറിവിൻ്റെ ആ ഒരു വെളിച്ചം നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോഴേ നമ്മുടെ ഉള്ളിൽ നിന്ന് അജ്ഞതയുടെ അന്ധകാരം പുറത്തേക്ക് പോകുള്ളൂ. അതിനാണ് ഈ ജ്ഞാനാമൃതധാര. യഥാർത്ഥത്തിൽ ഭഗവാൻ ജ്ഞാനസാഗരൻ നമുക്ക് ഈ ജ്ഞാനാമൃതം തരുന്നതേ അതിന് വേണ്ടിയിട്ടാണ്, നമ്മളെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ. കാരണം വെളിച്ചത്തിന് മാത്രമല്ലേ ഇരുട്ടിനെ ഇല്ലാണ്ടാക്കാൻ കഴിയുകയുള്ളൂ. ഏറ്റവും കൂടുതൽ എനിക്ക് ഈ ആധ്യാത്മിക മാർഗത്തിൽ, പ്രത്യേകിച്ചും ബ്രഹ്മകുമാരീസിൽ വരാനും ഈ ജ്ഞാനം കേൾക്കാനും ഉണ്ടായ ഒരു പ്രചോദനം തന്നെ, ഞങ്ങളുടെ വീടിനടുത്ത് തൊട്ടടുത്ത് അയൽ വീട്ടിൽ നമ്മുടെ ഒരു ഫാമിലിയിലെ ഒരു റിലേറ്റീവ് തന്നെ, ആ റിലേഷനിലുള്ള ഒരമ്മ, അവർ ഗൾഫിലുണ്ടായിരുന്ന സമയത്ത് ഈ ജ്ഞാനമാർഗത്തിൽ വന്നതാണ്. അപ്പം അവർ ഈ ഈശ്വരീയ ജ്ഞാനത്തിൻ്റെ ചില കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ ചില സമയത്ത് സംസാരിക്കുന്നതിനോടൊപ്പം ഷെയർ ചെയ്യുമായിരുന്നു. അപ്പം അതിലൊരിക്കലും ഇങ്ങനെ പറയുകയുണ്ട്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം അതാണ്. അതായത് മീന, യഥാർത്ഥത്തിൽ നമ്മൾ ഓരോരുത്തരും അർജുനന്മാരാണ്. ഭഗവാൻ നൽകുന്ന ജ്ഞാനം നമുക്ക് ഓരോ അർജുനന്മാർക്കും വേണ്ടിയിട്ടുള്ളതാണ്. അത് കേട്ടത് എൻ്റെ ഉള്ളിൽ വളരെ ഉള്ളിൽ വളരെ ഒരു സ്ട്രൈക്കിംഗ് ആയിട്ടുള്ളൊരു ഫീലിംഗ് ഉണ്ടായി. എന്തുകൊണ്ടെന്നാൽ എൻ്റെ മനസ്സിൽ അതുവരെയുള്ള ചിത്രം, അർജുനൻ എന്ന് പറയുമ്പോൾ ഒരു പർട്ടിക്കുലർ പേഴ്സൺ, ആ ആൾക്ക് ഒരു പ്രത്യേക ആൾ, ആ ആൾക്ക് വേണ്ടിയിട്ട് ഭഗവാൻ ഇരുന്ന് ജ്ഞാനം പറഞ്ഞു കൊടുത്തു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിരുന്നത്, വിചാരിച്ചിരുന്നത്. മനസ്സിലെ കൺസെപ്റ്റ് അതായിരുന്നു. ഭഗവാൻ അർജുനന് ജ്ഞാനം ഉപദേശിച്ചു, അർജുനൻ അങ്ങനെ ചെയ്തു, അർജുനൻ ഇങ്ങനെ ചെയ്തു, അതായിരുന്നു മനസ്സിലെ ചിത്രം. പക്ഷേ പിന്നീടാണ് എനിക്ക് മനസ്സിലായേ, യഥാർത്ഥത്തിൽ അർജുനൻ എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഒരു സാമ്പിളാണ്, ഒരു ഉദാഹരണം മാത്രമാണ്. നമ്മൾ ഓരോരുത്തരും അർജുനന്മാരാണ്. അർജുനൻ ആ ശബ്ദത്തിൽ തന്നെ ഉണ്ട്. ജ്ഞാനം ആർജിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ, ജ്ഞാനം നേടാൻ ആഗ്രഹിക്കുന്ന വ്യക്തി ആരാണോ അവരെല്ലാവരും അർജുനന്മാരാണ്. അപ്പം ജ്ഞാനം ആഗ്രഹിക്കുന്നവര് ആയിട്ട് ആരൊക്കെയുണ്ടോ അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈശ്വരൻ ജ്ഞാനം പ്രദാനം ചെയ്യുന്നത്. ഗീത ഉപദേശം അഥവാ ഭഗവാന് വാച പരമാത്മ നൽകുന്ന ജ്ഞാനം ഓരോ അർജുനന്മാർക്കുമാണ്. എന്തുകൊണ്ടെന്നല്ലേ, അർജുനൻ എന്ന് പറയുന്ന ആ വ്യക്തിയുടെ വ്യക്തിത്വം തന്നെ നമ്മൾ കഥയിൽ തന്നെ നമ്മൾ നോക്കിയാൽ നമുക്കറിയാൻ കഴിയും.
അർജുനന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താ പറയണത്? വില്ലാളി വീരനാണ്, നമ്പർ 1. ധനുർവിദ്യയിൽ അർജുനെ തോൽപ്പിക്കാൻ ആരും തന്നെ ഇല്ല, അത്ര മിടുക്കൻ അല്ലേ? അതേപോലെ ശരീരത്തിന്റെ ആരോഗ്യത്തിലും വളരെ നല്ല ഫിറ്റായിട്ടുള്ള, ഫിസിക്കലി വളരെ ഫിറ്റായിട്ടുള്ള പേഴ്സൺ. അതേപോലെ നല്ലൊരു കുടുംബസ്ഥൻ, ചെറുപ്പക്കാരനായിരുന്നു, കുടുംബസ്ഥനായിരുന്നു അല്ലേ? ഫാമിലി ഉണ്ട്. അപ്പോൾ അങ്ങനെ അതേപോലെ നല്ലൊരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടുള്ള വ്യക്തി, അതേപോലെ തന്നെ കുടുംബജീവിതം നയിക്കുന്ന ആള്. എല്ലാ കഴിവുകളും നോക്കിക്കഴിഞ്ഞാൽ കായിക ബലവും ഉണ്ടായിരുന്നു, ആയുധബലവും ഉണ്ട്, ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നല്ലത്, എല്ലാ ചുറ്റുപാടുകളുള്ള ഒരു വ്യക്തിയായിട്ടാണ് അർജുനെ നമ്മൾ കാണുന്നത്. അപ്പം അങ്ങനെയുള്ള അർജുനന് ഭഗവാൻ യുദ്ധക്കളത്തിൽ ഗീതാജ്ഞാനം നൽകുന്നതായിട്ടാണ് നമ്മൾ കേട്ടിട്ടുള്ളത് അല്ലേ? അതിൻ്റെ അർത്ഥം എന്താണ്? യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ യുദ്ധക്കളം അല്ലെങ്കിൽ കുരുക്ഷേത്ര ഭൂമി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇന്നത്തെ ജീവിതവുമായിട്ട് നമ്മൾ ആ സംഭവത്തെ താരതമ്യപ്പെടുത്തി നോക്കുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടമാണ് യഥാർത്ഥത്തിൽ യുദ്ധക്കളം. ഈ കലിയുഗി കാലഘട്ടം പറയാറില്ലേ, ഇത് കലഹക്ലേശത്തിൻ്റെ കാലമാണ്. എവിടെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും ആ ഒരു എന്താ പറയുക, യുദ്ധത്തിൻ്റെതായിട്ടുള്ള ആ ഒരു അവസ്ഥയിലൂടെയാണ് എല്ലാവരുടെയും കുടുംബ ജീവിതങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ഫാമിലിയിലും നോക്കിക്കോളും, മഹാഭാരത യുദ്ധം തന്നെയല്ലേ നടക്കണേ? എന്താ സംശയം? നമ്മൾ ഓരോരുത്തരും അവരവരുടെ ഫാമിലിയിൽ നോക്കിക്കോളും, എന്താ സംഭവിച്ചുകൊണ്ടിരിക്കണം വീടുകളിൽ അല്ലേ? വീടുകൾക്കുള്ളിൽ മനുഷ്യൻ്റെ ഓരോരുത്തരുടെ മനസ്സുകൾക്കുള്ളിൽ മഹാഭാരത യുദ്ധം നടക്കുകയല്ലേ? മനസ്സുകൾ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലും നന്മയും തിന്മയും തമ്മിലുള്ള വടംവലിയാണ്. ഫാമിലിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ റിലേഷൻഷിപ്പ്, ഹസ്ബൻഡ് വൈഫ് ആകട്ടെ, കുട്ടികൾ തമ്മിലാകട്ടെ, സഹോദരങ്ങൾ തമ്മിലാകട്ടെ അല്ലേ, എല്ലാം നമ്മൾ മഹാഭാരതം കഥയിൽ കേൾക്കുന്ന എല്ലാ കഥാപാത്രങ്ങളും നമുക്കിടയിൽ നമ്മളിന്ന് കാണുന്നില്ലേ അല്ലേ? ശകുനിയെ പോലെ ചെറുപ്പക്കാരെ വഴിതെറ്റിക്കുന്ന എത്രയോ പേരെ നമുക്കിന്ന് കാണാം. സ്വത്തിൻ്റെ പേരിൽ, കുടുംബ സ്വത്തിൻ്റെ പേരിൽ അല്ലേ തമ്മിൽ പോരടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആയുധം എടുത്ത് ജീവിതം തന്നെ അല്ലേ, ജീവനെ തന്നെ എടുക്കുന്ന എത്രയോ ആൾക്കാരെ, എത്രയോ ഫാമിലീസ്, എത്രയോ കുടുംബങ്ങളെ, സഹോദരങ്ങളെ നമുക്കിടയിൽ നമ്മൾ കാണുന്നില്ലേ അല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതേപോലെ മാതാപിതാക്കളുടെ രൂപത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ധൃതരാഷ്ട്രയും അതേപോലെ ഗാന്ധാരിയെല്ലാം നമുക്കിന്ന് കാണാം. ധൃതരാഷ്ട്രക്കറിയാം, അന്ധനാണെങ്കിലും ആൾക്കറിയാം തൻ്റെ മക്കളുടെ തെറ്റുകൾ. പക്ഷെ തൻ്റെ മക്കളുടെ തെറ്റുകളെ അറിഞ്ഞുകൊണ്ട് തന്നെ കണ്ണടച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അറിഞ്ഞിട്ടും അതിനെ തിരുത്താൻ കഴിയാത്ത അച്ഛനായിട്ട് ജീവിക്കുന്ന കഥാപാത്രങ്ങളെ ഇന്ന് നമുക്ക് കണ്ടുകൂടെ? കുട്ടികളുടെ മിസ്റ്റേക്കുകളെ അവരവരുടെ മക്കളെന്നുള്ള ആ മോഹം കാരണം, അറ്റാച്ച്മെന്റ് കാരണം തങ്ങളുടെ കുട്ടികളുടെ തെറ്റുകളെ കണ്ടാലും കാണാതെ മറ്റുള്ളവരുടെ ചെറിയ ചെറിയ തെറ്റുകളെ പോലും വലുതാക്കും മറ്റു കുട്ടികളുടെ. പക്ഷെ തൻ്റെ സ്വന്തം മക്കളുടെ തെറ്റുകൾക്ക് നേരെ കണ്ണടച്ചിരിക്കുന്നവരെയും കാണാം. ഗാന്ധാരിയെ പോലെ കണ്ണ് തുറന്നിരുന്നിട്ടും കണ്ണ് കെട്ടിയിട്ട് തൻ്റെ കുട്ടികളുടെ മിസ്റ്റേക്ക്, ശരി അച്ഛന് പറ്റില്ല, കാണാൻ പറ്റണില്ല, അമ്മയ്ക്ക് കാഴ്ചയുണ്ടായിരുന്നു, ആ കണ്ണ് തുറന്ന് തൻ്റെ മക്കളുടെ തെറ്റുകളെ കാണുകയും കറക്ഷൻ ചെയ്യേണ്ട സമയത്ത് ചെയ്യുകയും ചെയ്യേണ്ടതായിരുന്നു. അപ്പം അതേ കഥാപാത്രങ്ങളാണ് യഥാർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ആ കഥാപാത്രങ്ങളെല്ലാം നമുക്കിടയിൽ ജീവിക്കുന്നവർ തന്നെയല്ലേ? നമ്മൾ ഓരോരുത്തരും തന്നെയല്ലേ? നമ്മൾ ആലോചിച്ച് നോക്കൂ. ദുര്യോധനെയും കർണനെയും അർജുനെയും ധർമ്മപുത്രനെയും എല്ലാവരെയും നമുക്കിടയിൽ നമുക്ക് കണ്ടൂടെ? അപ്പം അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം എന്താണ്? ഈ ആധ്യാത്മിക ജ്ഞാനം യഥാർത്ഥത്തിൽ നമുക്ക് ഓരോരുത്തർക്കും. അതേപോലെ ബൈബിളിൽ നോക്കിക്കോളൂ. ബൈബിളിൽ കാണിക്കുന്ന സാത്താനും നന്മ നിറഞ്ഞ ആളും മാലാഖമാരും സാത്താന്മാരെ എല്ലാം നമുക്കിടയിൽ തന്നെ നമുക്ക് കണ്ടൂടെ? നന്മ നിറഞ്ഞവര്, തനിക്കും മറ്റുള്ളവർക്കും നന്മ ചെയ്യുന്ന നിറയെ മാലാഖമാരെ നമുക്ക് കാണാം. സാത്താന്മാരെ പോലെ തെറ്റുകൾ കൊണ്ട്, അതേപോലെ ദുർഗുണങ്ങൾ കൊണ്ട് മറ്റുള്ളവർക്ക് വേദന കൊടുക്കുന്ന, ഉപദ്രവിക്കുന്ന ക്രൂര സ്വഭാവികളെ നമുക്കിടയിൽ തന്നെ നമുക്ക് കാണാൻ കഴിയണില്ലേ? അപ്പം എല്ലാ തരത്തിലുള്ള കഥാപാത്രങ്ങളെയും നമുക്കിടയിൽ നിന്ന് നമുക്ക് കാണാം. അപ്പം നമ്മുടെ ഈ പുരാണങ്ങളും ഇതിഹാസങ്ങളും സർവശ്രേഷ്ഠ മതഗ്രന്ഥങ്ങളിലും എല്ലാം വർണ്ണിക്കുന്ന കഥകളും അതേപോലെ ഉപകഥകളും ഐതിഹ്യങ്ങളും എല്ലാം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അവയെല്ലാം ഇന്നത്തെ കാലഘട്ടത്തിൽ ഇവയെല്ലാം ആരാണോ തയ്യാറാക്കിയത്, ആ തയ്യാറാക്കിയ മഹത്വക്കള് എത്ര സർവശ്രേഷ്ഠരാണോ ഇവയെല്ലാം തയ്യാറാക്കിയത്, അവർ ത്രികാലദർശിത്വത്തോടുകൂടി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ നമ്മൾ മനുഷ്യ ജീവിതം ഈ രീതിയിലാകുകയും അധപ്പതിക്കുകയും ആ അധപ്പതിച്ചുകൊണ്ടിരിക്കുന്ന മാനവ സമൂഹത്തിനെ ഉയർത്താൻ വേണ്ടി
തയ്യാറാക്കപ്പെട്ട ഗ്രന്ഥങ്ങളാണ്. പക്ഷെ നമ്മളതിലെ കഥകളിൽ തന്നെ നിൽക്കുകയാണ്. അതിൻ്റെ പിന്നിലെ കാര്യങ്ങളെ മനസ്സിലാക്കി എൻ്റെ ജീവിതത്തിൽ എന്ത് പരിവർത്തനം കൊണ്ടുവരണം, ഞാൻ എങ്ങനെ അർജുനനെ പോലെ ഈ ജ്ഞാനത്തെ സ്വാംശീകരിക്കണം, അതിനെ ഉപയോഗപ്പെടുത്തണം, ജീവിത യുദ്ധക്കളത്തിൽ വിജയിയായിട്ട് മാറണം. ആ ഒരു തിരിച്ചറിവിൻ്റെ കുറവാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഉള്ളത്. ഈ ജ്ഞാനാമൃത ധാരയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതും നമുക്കോരോരുത്തർക്കും അർജുനന്മാരായിട്ട് നമുക്കെങ്ങനെ മാറാം, നമുക്കോരോരുത്തർക്കും ആ മാലാഖമാരായിട്ട്, നമുക്കും മറ്റുള്ളവർക്കും സുഖദായിയായിട്ട് ശ്രേഷ്ഠ കർമ്മങ്ങൾ ചെയ്യുന്നവരായിട്ട് നമുക്കെങ്ങനെ മാറാൻ കഴിയും. നമ്മുടെ ജീവിതത്തിൽ എനിക്ക് എൻ്റെ ലൈഫിൽ ആ ഒരു പരിവർത്തനം, നന്മയിലേക്കുള്ള ഒരു മാറ്റം, കാരണം മാറ്റം എപ്പോഴും ഒരു വ്യക്തിയിൽ നിന്നായിരിക്കും ആരംഭിക്കണം. എനിക്ക് എൻ്റെ ഫാമിലിയിൽ എല്ലാവരെയും മാറ്റിയിട്ട് മാറാൻ പറ്റില്ല. ആധ്യാത്മികത പിൻ പോയിന്റ് ചെയ്യുന്നത് ആ ഒരു കാര്യത്തിലേക്കാണ്. ഞാൻ മാറണം, എൻ്റെ കാഴ്ചപ്പാടിൽ പരിവർത്തനം കൊണ്ടുവരണം, എൻ്റെ ചിന്താഗതിയിൽ പരിവർത്തനം കൊണ്ടുവരണം, എൻ്റെ സ്വഭാവങ്ങളിലും ശീലങ്ങളിലും എനിക്ക് മാറ്റം കൊണ്ടുവരാൻ കഴിയും. കാരണം ആധ്യാത്മികതയുടെ മുഴുവൻ സാരാംശം അതാണ്, സ്വപരിവർത്തനം. ഞാൻ മാറുക, എന്നെ മാറ്റുക. എൻ്റെ മോശമായ ശീലങ്ങൾ എന്തെല്ലാമാണോ, എന്നിൽ എന്തെല്ലാം അഴുക്കുകളുണ്ടോ, എന്നിൽ എന്തെല്ലാം മാലിന്യങ്ങളുണ്ടോ, ആ ഒരു ക്ലീനിങ്, സ്വയത്തിൻ്റെ ശുദ്ധീകരണം, സ്വയത്തിൻ്റെ ശക്തീകരണം, സ്വയത്തിൻ്റെ പരിവർത്തനം, സ്വയത്തെ ശ്രേഷ്ഠമാക്കി എനിക്ക് എന്നെ എങ്ങനെ നന്നാക്കാം. ബസ് ഞാൻ എന്നെ നന്നാക്കിയാൽ മതി, ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക്കലി നന്നായിക്കൊള്ളും. അത് ഗ്യാരണ്ടീഡാണ്. കാരണം ഞാൻ നല്ലതാണെങ്കിൽ ഞാൻ എവിടെയൊക്കെ പോകുന്നു, ഓട്ടോമാറ്റിക്കലി എൻ്റെ അടുത്തേക്ക് നന്മകൾ തന്നെ വരികയുള്ളൂ. ആ ഒരു നിയമത്തിനനുസരിച്ച്, ആ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയില്ലേ, അപ്പം ഞാൻ നന്മ നിറഞ്ഞ ആളാകുമ്പോൾ എൻ്റെ അടുത്തേക്ക് ഓട്ടോമാറ്റിക്കലി നന്മകൾ തന്നെ അട്രാക്ട് ചെയ്യപ്പെടുകയുള്ളൂ. ആ ഒരു ശ്രേഷ്ഠതയിലേക്കുള്ള ജീവിതത്തിന് നമ്മളെ തയ്യാറാക്കാൻ നമ്മളെ പഠിപ്പിക്കുന്ന ലൈഫിൻ്റെ സയൻസ്, മനുഷ്യ ജീവിതത്തിൻ്റെ സയൻസ്, ശരീരത്തിൻ്റെ സയൻസ്, ഭൗതിക സയൻസ് നമ്മൾ പഠിക്കുന്നുണ്ട്. പക്ഷേ നമ്മളുടെ ആത്മാവിൻ്റെ സയൻസ്, നമ്മൾ ഈ ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്ന ചേതനയുടെ സയൻസ്, ഈ ശരീരത്തെ നിയന്ത്രിക്കുന്ന ആരാണോ ആ നിയന്ത്രിക്കുന്ന ആത്മീയ ഊർജത്തിൻ്റെ സയൻസ്, അതാണ് ടോട്ടൽ ലൈഫിൻ്റെ സയൻസ്. അതാണ് ആധ്യാത്മികതയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ആത്മാവിന്റെ സമ്പൂർണമായ പരിവർത്തനം ആത്മീയ വിദ്യാഭ്യാസത്തിലൂടെ സാധ്യമാകുന്നു. നമ്മളുടെ ശ്രേഷ്ഠമായ പരിവർത്തനം കുടുംബത്തിലും സമൂഹത്തിലും പ്രതിഫലിക്കുന്നു. അതുകൊണ്ടാണ് പറയുന്നത്, സ്വപരിവർത്തനത്തിലൂടെ വിശ്വപരിവർത്തനം സംഭവിക്കുന്നുവെന്ന്. ജീവിതത്തിന്റെ ശാസ്ത്രമാണ് ആത്മീയത. നല്ലതും മോശവുമായ പരിതസ്ഥിതികൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിൽ പൂർണ്ണമായും ഉത്തരവാദി നമ്മൾ തന്നെയാണ്. അങ്ങനെയെങ്കിൽ നന്മ നിറഞ്ഞ വിചാരങ്ങളിലൂടെ നന്മയെ ആകർഷിക്കുവാൻ നമുക്ക് കഴിയുമോ? വരൂ, നന്മയെ സ്വാംശീകരിക്കുവാനുള്ള ആത്മീയ പാഠങ്ങൾ നമുക്ക് കേൾക്കാം. സാധാരണ രീതി നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ മുറ്റത്തേക്കൊന്ന് നോക്കൂ, നമ്മുടെ പറമ്പിലേക്ക് നോക്കിക്കോളൂ. നമ്മുടെ വീട്ടുമുറ്റത്ത് മനോഹരമായൊരു പൂന്തോട്ടമുണ്ട്. ആ പൂന്തോട്ടത്തിൽ നിറയെ നല്ല പൂക്കളും ചെടികളും എല്ലാം നിറഞ്ഞു നിൽക്കുക, പൂക്കളും കായ്കളും എല്ലാം നിറഞ്ഞ മനോഹരമായൊരു പൂന്തോട്ടം. ആ പൂന്തോട്ടത്തിലെ പൂക്കളോടൊപ്പം പൂമ്പാറ്റകൾ, തേൻ കുടിക്കാൻ വേണ്ടിയിട്ടുള്ള പൂമ്പാറ്റകളും തുമ്പികളും നല്ല നല്ല കിളികളും എപ്പോഴും ഉണ്ടാവും. കാരണം പൂന്തോട്ടത്തിനുള്ളിൽ എപ്പോഴും നമുക്ക് ഇവയെല്ലാം കണ്ടെത്താൻ കഴിയും. അത് കാണുമ്പോൾ തന്നെ നമ്മുടെയും എല്ലാവരുടെയും മനസ്സ് നിറയാറുണ്ട്. ഒന്ന് പൂക്കൾ, മറ്റൊന്ന് മനോഹരമായിട്ടുള്ള പൂമ്പാറ്റകൾ, പൂത്തുമ്പികൾ, അല്ലേ, നല്ല നല്ല കിളികൾ തേൻ കുടിക്കാൻ വേണ്ടിയിട്ട് വരണേ. അവരുടെ ഭംഗിയും മനോഹാരിതയും അവരത് സ്വീകരിക്കുന്ന രീതിയും അത് കാണുമ്പോൾ തന്നെ രാവിലെ നമ്മൾ വാതിൽ തുറന്ന് പുറത്തിറങ്ങുമ്പോൾ തന്നെ മനോഹരമായൊരു പൂന്തോട്ടം നമ്മുടെ മുറ്റത്തുണ്ടെങ്കിൽ അത് തന്നെ രാവിലെ ആ ഫസ്റ്റ് കാഴ്ച തന്നെ നമ്മുടെ മനസ്സിനെ തൃപ്തിപ്പെടുത്താറുണ്ട്. അതേപോലെ മറുവശത്ത് നമ്മുടെ പറമ്പിൽ ഒരു വേസ്റ്റ് കുഴിയുണ്ട്. എല്ലാം നമ്മൾ വേസ്റ്റ് കൊണ്ട് ഡംപ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു കുഴിയുണ്ട്. ആ വേസ്റ്റ് കുഴിയിൽ എല്ലാ കച്ചറകളും വീട്ടിൽ നമ്മൾ കൊണ്ടുപോയിടും, അല്ലേ. ആ വേസ്റ്റ് കുഴിയുടെ ചുറ്റും എന്തായിരിക്കും ഉണ്ടാവുക? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വേസ്റ്റ് കുഴിയിൽ നിന്ന് എപ്പോഴും ദുർഗന്ധമാണ് വരിക. അപ്പോൾ വേസ്റ്റ് കുഴിയിൽ നിന്ന് ദുർഗന്ധം വരുന്നത് കാരണം അവിടെ നോക്കിക്കഴിഞ്ഞാൽ പഴുതാര ഉണ്ടാവും, അല്ലേ, അതേപോലെ പാറ്റകളുണ്ടാവും, പെരിച്ചാഴി ഉണ്ടാവും, അല്ലേ. എല്ലാ തരത്തിലുള്ള ക്ഷുദ്രജീവികളും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ വേസ്റ്റ് കുഴിയുടെ ചുറ്റും ഉണ്ടാവും. കാരണം എന്താണ്? വേസ്റ്റ് എടുക്കേണ്ടവരെ അവിടേക്ക് പോവുള്ളൂ. ആർക്ക് വേസ്റ്റ് വേണോ
അഴുക്ക് വേണോ? ദുർഗന്ധത്തിൽ വളരുന്നത് എന്തൊക്കെയാണോ, ദുർഗന്ധത്തിൽ നിന്ന് ജന്മം എടുക്കുന്നതും അഴുക്ക് സാധനങ്ങൾ ഉപയോഗിക്കുന്നതുമായിട്ടുള്ള എല്ലാറ്റിനെയും, എല്ലാ ജീവികളെയും നമുക്ക് അവിടെ കാണാൻ കഴിയും അല്ലേ. ആ കുഴി, വേസ്റ്റ് ഡംപ് ചെയ്യുന്ന ആ കുഴിയുടെ ഭാഗത്തേക്ക് പോകാൻ പോലും നമുക്കാർക്കും താല്പര്യം ഉണ്ടാവില്ല അല്ലേ. ഇതുപോലെ തന്നെയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നോക്കിക്കഴിഞ്ഞാൽ, നന്മകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു കഴിയുമ്പോൾ നിയമപ്രകാരം, ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം നമ്മളുടെ ഉള്ളിൽ ഞാൻ നല്ലതായി തീരുമ്പോൾ ഓട്ടോമാറ്റിക്കലി എൻ്റെ അടുത്തേക്ക് എല്ലാ നന്മകളും വന്നു ചേരും. കാരണം പൂന്തോട്ടത്തിലേക്ക് പൂത്തുമ്പികൾക്കേ വരാൻ കഴിയുള്ളൂ. പൂന്തോട്ടത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ കുരുവികൾക്ക് തേനെടുക്കുന്നവർക്കാണ് വരാൻ കഴിയുള്ളൂ. അവരെയാണ് അവിടെ നിറഞ്ഞു നിൽക്കുക. കാരണം അവിടുത്തെ അന്തരീക്ഷം അട്രാക്ട് ചെയ്യുന്നത് അവരെയാണ്. അതേപോലെ എന്നിൽ നന്മയുണ്ടായി കഴിയുമ്പോൾ, ആധ്യാത്മിക ജ്ഞാനത്തിൻ്റെ മുഴുവൻ സാരാംശം അതാണ്, ആധ്യാത്മികതയുടെ മുഴുവൻ എസൻസ് അതാണ്. ഞാൻ എന്നിലേക്ക് ആ നന്മകളെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്നിൽ നന്മ നിറഞ്ഞ എന്നിലേക്ക് സുഖവും ഉണ്ടാകും, എനിക്ക് ശാന്തിയും ഉണ്ടാവും, സന്തോഷവും ഉണ്ടാവും, ശക്തി ഉണ്ടാവും, ആരോഗ്യം ഉണ്ടാവും, സമ്പത്തും ഉണ്ടാവും. എന്തുകൊണ്ടെന്നാൽ എവിടെ പ്യൂരിറ്റി ഉണ്ടോ, ശുദ്ധിയുണ്ടോ. കാരണം ആധ്യാത്മികതയുടെ സാരം അതാണല്ലോ, ലൈഫിനെ പ്യൂരിഫൈ ചെയ്യുക. ഞാൻ എൻ്റെ ഉള്ളിൽ ആ ശുദ്ധീകരണം കൊണ്ടുവരുമ്പോൾ ശാന്തിയും സുഖവും സമൃദ്ധിയും. എവിടെ പ്യൂരിറ്റി ഉണ്ടോ അവിടെ പീസ് ആൻഡ് പ്രോസ്പെരിറ്റി അവശ്യം ഉണ്ടാകും. എവിടെ ഇമ്പ്യൂരിറ്റി ഉണ്ടോ, അശുദ്ധിയുണ്ടോ, അസത്യമുണ്ടോ, കളങ്കമുണ്ടോ, കറയുണ്ടോ, അവിടെ തീർച്ചയായിട്ടും അശാന്തി ഉണ്ടാവും, ദുഃഖം ഉണ്ടാവും, ദുരിതങ്ങളുണ്ടാവും. എങ്ങനെയാണോ വേസ്റ്റ് ബോക്സ്, അവിടെ പഴുതാരയും പല്ലികളെയും കൂറായും അതുപോലെ ഈ പാറ്റ അങ്ങനെയുള്ള ജീവജാലങ്ങളെ നമ്മൾ കാണുന്നത്. അതേപോലെ ദുഃഖവും അശാന്തിയും ദുരിതങ്ങളും കൂടിക്കൂടി വരുന്ന അർത്ഥം എന്താണ്? നമ്മുടെ ഉള്ളിൽ ധാരാളം വേസ്റ്റ് ഉണ്ട്, ധാരാളം കുപ്പ നമ്മൾ ചേർത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ക്ലീനിങ് നമുക്ക് അവശ്യം ചെയ്യണം. ആ ക്ലീനിങ് പ്രക്രിയയ്ക്ക് നമ്മളെ സഹായിക്കുക, അതാണ് ആധ്യാത്മിക ജ്ഞാനത്തിൻ്റെ ആവശ്യകത. അതാണ്, അത് യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ ഉള്ളിൽ ആ ഒരു ക്ലീനിങ് നടത്താൻ കഴിയുള്ളൂ. അതെല്ലാവർക്കും ആവശ്യമാണ്. ചെറിയ കുട്ടികളിൽ നിന്ന് നമുക്കത് ആവശ്യമുണ്ട്. കാരണം ഒരു വിദ്യാർത്ഥി, ഒരു കുട്ടിക്ക് ഒരു നല്ല കുട്ടിയായിട്ട് മാറണം, വികൃതിയില്ലാത്തൊരു കുട്ടിയായിട്ട് മാറണമെങ്കിൽ, നല്ല കുട്ടി എന്നാരെയെ നമ്മൾ പറയണേ? വികൃതിയില്ലാത്തൊരു കുട്ടി, അനുസരണയുള്ള ഒരു പുത്രൻ അല്ലെങ്കിൽ ഒരു പുത്രി, നല്ല സ്വഭാവമുള്ളൊരു വിദ്യാർത്ഥി, അച്ഛനും അമ്മയ്ക്കും ആജ്ഞാകാരി, അധ്യാപകർക്ക് മുന്നിലും അതേപോലെ നല്ലൊരു ഒബീഡിയൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻറ്റ്. കുഞ്ഞുനാളിൽ നിന്ന് മുതൽ നമ്മളിൽ നിന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് നല്ലത് നല്ലത് നല്ലത്. വളർന്നു കഴിഞ്ഞാൽ ഒരു നല്ല മകൻ, നല്ല പുത്രൻ, നല്ലൊരു ഹസ്ബൻഡ് അല്ലെങ്കിൽ നല്ലൊരു ഭാര്യ, നല്ലൊരു ടീച്ചർ അല്ലെങ്കിൽ നല്ലൊരു ഡോക്ടർ അല്ലേ, ഒരു നല്ല അഡ്മിനിസ്ട്രേറ്റർ, നല്ലൊരു ഉദ്യോഗസ്ഥൻ, നല്ലൊരു ഡ്രൈവർ, നല്ലൊരു കാർപ്പൻറ്റർ. അപ്പം ജീവിതത്തിൻ്റെ ഏത് തലത്തിലേക്ക് നമ്മൾ പോയാലും കുഞ്ഞിൽ നിന്ന് തുടങ്ങി, കുട്ടികളായിരിക്കുമ്പോഴും ഏതൊരു അച്ഛനമ്മമാർക്ക് ഇഷ്ടാരാണ്? നല്ല കുട്ടികളെയാണ്, പറഞ്ഞനുസരിക്കുന്ന കുട്ടികളെ. ജനിച്ചു വീണ ഒരു കുഞ്ഞ് തന്നെ എപ്പോഴും കരയുകയും ബഹളം ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു കുഞ്ഞാണെങ്കിൽ പോലും ആ കുട്ടിയെ അമ്മയ്ക്ക് മാനേജ് ചെയ്യാൻ കഷ്ടമാണ്. കുട്ടിക്കാലം മുതൽ ഒരമ്മയെ ആഗ്രഹിക്കുന്നത് എന്താണ്? എൻ്റെ കുഞ്ഞ് നന്നായിട്ട് സ്വസ്ഥമായിട്ടിരിക്കുന്ന ഒരു കുട്ടിയായിരിക്കണം. കാരണം അപ്പം അമ്മയ്ക്ക് അസ്വസ്ഥത കുറയും. ആ കുഞ്ഞ് സ്വസ്ഥമായിട്ടിരുന്നാലേ അമ്മയ്ക്കും സ്വസ്ഥത ഉണ്ടാകുള്ളൂ. കുഞ്ഞെപ്പോഴും കരയുകയും ബഹളം ഉണ്ടാക്കുകയും വളരെ ശട്ടിയും പിടിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ആ അമ്മയ്ക്ക് പോലും മാനേജ് ചെയ്യാൻ കഷ്ടമാണ്. അപ്പോൾ കുഞ്ഞുനാൾ മുതൽ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്താണ്? നല്ലത് നല്ലത്, നല്ല കുട്ടി, നല്ല വിദ്യാർത്ഥി, നല്ല മകൻ, നല്ല മകൾ, എല്ലാറ്റിലും നല്ലത് നല്ലത്. നമ്മൾ നമ്മുടെ പൊസിഷനിലെത്തിക്കഴിഞ്ഞാൽ, പഠിച്ച് നമ്മളൊരു പൊസിഷനിലെത്തി, എഞ്ചിനീയറോ ഡോക്ടറോ ആയിരുന്നിരിക്കട്ടെ, ഒരു നല്ല എഞ്ചിനീയർ, നല്ലൊരു ഡോക്ടർ, ആ നല്ലത് എന്ന് പറയുന്ന ഡിഗ്രി നമുക്ക് ലഭിക്കുന്നത് അതിന് സ്കൂൾ കോളേജിലെ എഡ്യൂക്കേഷനിലൂടെ നമുക്ക് ലഭിക്കില്ല. അത് സ്കൂൾ കോളേജിലെ PhDയിലൂടെ നമുക്ക് ലഭിക്കില്ല. ആ നല്ലത് എന്ന് പറയുന്ന ഡിഗ്രി നമുക്ക്, ആ ക്വാളിഫിക്കേഷൻ നമുക്ക് ലഭിക്കുന്നതിന് ആധ്യാത്മികത ആവശ്യമാണ്. അതിനാണ് സ്പിരിച്വാലിറ്റിയുടെ, സ്പിരിച്വൽ സയൻസിൻ്റെ ആവശ്യം. ആത്മീയ ജ്ഞാനത്തിൻ്റെ, ജ്ഞാനാമൃതത്തിൻ്റെ ആവശ്യം അവിടെയാണ്. മറ്റൊന്നിന് നമുക്ക് ഈ നല്ലത് എന്ന് പറയുന്ന ഡിഗ്രി തരാൻ കഴിയില്ല. എന്തുകൊണ്ടെന്നാൽ ഒരു സ്പിരിച്വൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരാൾക്ക് ലൈഫിൽ ഒരു സക്സസ്ഫുൾ പേഴ്സണാലിറ്റി ആയിട്ട് ശാശ്വതമായ സക്സസ് ഒരിക്കലും ജീവിതത്തിൽ പ്രാപ്തമാക്കാൻ പറ്റില്ല. ആരുടെ ലൈഫ് ഹിസ്റ്ററി വേണമെങ്കിലും നിങ്ങൾ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കിക്കോളൂ. ഇന്നും നമ്മുടെ മുന്നിൽ ജീവിച്ചിരിക്കുന്ന എക്സാമ്പിൾസ് അല്ലേ, എല്ലാവർക്കും നമ്മുടെ മുൻ പ്രസിഡന്റ് ശ്രീ അബ്ദുൽ കലാം ജി, അദ്ദേഹത്തെ ഇഷ്ടമായിരുന്നു, ഇന്നും ഇഷ്ടമാണ്. എന്തുകൊണ്ട്? ചെറിയ കുട്ടികൾക്കും ഇഷ്ടമാണ്, യൂത്തിനും ഇഷ്ടമാണ്, മുതിർന്നവർക്കും ഇഷ്ടമാണ്, എല്ലാവർക്കും ഇഷ്ടമാണ്. എന്തുകൊണ്ട്?
ബാക്ക്ഗ്രൗണ്ട്, ലൈഫിൻ്റെ ബാക്ക്ഗ്രൗണ്ട്. അദ്ദേഹം സയൻറ്റിസ്റ്റ് ആയതുകൊണ്ട് മാത്രമല്ല, സയൻറ്റിസ്റ്റ് എത്രയോ പേരുണ്ട്. അദ്ദേഹം പ്രസിഡൻ്റ് ആയിരുന്നതുകൊണ്ട് മാത്രമല്ല നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്നത്. എത്രയോ പ്രസിഡൻ്റ് ഇന്ത്യക്ക് വന്നു പോയിട്ടുണ്ട്. പക്ഷേ പ്ലാറ്റ്ഫോം, ലൈഫിൻ്റെ ഫൗണ്ടേഷൻ സ്പിരിച്വൽ ബാക്ക്ഗ്രൗണ്ടിൽ പണിതുയർത്തിയ ഒരു കെട്ടിടം പോലെ. ലൈഫിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, ലൈഫിൻ്റെ ഫൗണ്ടേഷനിൽ സ്പിരിച്വൽ ബാക്ക്ഗ്രൗണ്ടാണ്. ഇന്നും ലൈഫിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഗാന്ധിജി, മഹാത്മജി ഇഷ്ടപ്പെടാത്തവരാരാ? നമ്മളാരും കണ്ടിട്ടില്ല. പക്ഷെ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഗാന്ധിജി ഇന്നും ജീവിക്കുന്നുണ്ട്. എന്തുകൊണ്ട്? അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? എല്ലാ കഴിവുകളും ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ A to Z കർമ്മയോഗി ലൈഫ് സ്റ്റൈലായിരുന്നു. ആ സ്പിരിച്വൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് അതാണ് ജീവിതത്തിൽ വേണ്ടത്. ആധ്യാത്മികത അവിടെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യണത്. ആധ്യാത്മികതയുടെ ആവശ്യകത ഏതാ? അദ്ദേഹം കർമ്മം ചെയ്യാതിരുന്നില്ല. ഗാന്ധിജി കർമ്മം ചെയ്യാതിരുന്നില്ല അല്ലേ? ഒരു ദിവസം എത്ര മണിക്കൂർ വർക്ക് ചെയ്യുന്ന ഒരു മഹാനായിരുന്നു. നമുക്കാർക്കും അത്ര ഊർജ്ജമില്ല എന്ന്. അത്രയും ഊർജ്ജത്തോടുകൂടി വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. 18 മണിക്കൂർ 20 മണിക്കൂർ വരെ വർക്കിംഗ് കപ്പാസിറ്റി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ആ ഊർജ്ജം അദ്ദേഹത്തിന് എവിടെ നിന്നാണ് ലഭിച്ചത്? എന്നും എനിക്കറിയാം, ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ മറ്റൊരു തെളിവാണ് ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് ദാദി ജാനകിജി. 96 വയസ്സുണ്ട്. 96 വയസ്സ്. നിങ്ങൾ ഒരുപക്ഷെ, എനിക്കറിയില്ല നിങ്ങൾ എത്ര പേര് ദാദിജിയെ കണ്ടിട്ടുണ്ടാവുന്നു. പക്ഷേ വളരെ ക്ലോസ് ആയിട്ട് ദാദിജിയെ കാണാനും ഇടപഴകാനും ഉള്ള ഒരു ഭാഗ്യം ഈ ജന്മത്തിൽ, ഈ ജീവിതത്തിൽ ഈശ്വരാനുഗ്രഹം പോലെ, വരദാനം പോലെ എനിക്ക് ലഭിച്ചു. അതിൽ ഞാൻ മനസ്സിലാക്കുന്നത്, ദാദിജിയെ പോലെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിത്വം ലോകത്തിലുണ്ടോ എന്നുള്ളത് അത്ഭുതമാണ്. ഈ 96 വയസ്സിൽ ഇത്രയും അക്യുറേറ്റാണ്, അലേർട്ടാണ്, ഇത്ര ആക്റ്റീവാണ്. ഡെയിലി ഒരു ദിവസത്തിൽ 20 hours വർക്ക് ചെയ്യും. 20 മണിക്കൂർ വർക്ക് ചെയ്യും. 20 മണിക്കൂർ. നിങ്ങൾക്ക് അത്ഭുതം തോന്നും. ബാക്കി 4 മണിക്കൂർ മാത്രമേ തൻ്റെ പേഴ്സണൽ കാര്യങ്ങൾക്ക് ഉണ്ണാനും ഉറങ്ങാനും കൂടി ഉപയോഗിക്കുള്ളൂ. അങ്ങനെ ജീവിച്ചിരിക്കുന്ന ഒരു തെളിവ്. എന്താണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ? ഈ പ്രവർത്തനങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ രീതിയിൽ ജീവിതത്തിൽ ആരെല്ലാം ശാശ്വതമായ വിജയം, ജീവിതത്തിൻ്റെ ആദി മധ്യ അന്ത്യം, വിജയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പക്ഷേ നിങ്ങളുടെ മനസ്സിൽ വിജയത്തിൻ്റെ ചിത്രം താൽക്കാലിക വിജയം എന്നുള്ളതല്ല സിസ്റ്റർ ഉദ്ദേശിച്ചത്. മറിച്ച് ജീവിതത്തിൻ്റെ അന്തിമം വരെയുള്ള വിജയം. ആ വിജയം സ്വയത്തിനും സുഖദായിയായിരിക്കും, മറ്റുള്ളവർക്കും സുഖം കൊടുക്കുന്ന തരത്തിലുള്ള, സമാധാനം കൊടുക്കണില്ല, സന്തോഷം കൊടുക്കണ, തനിക്കും സന്തോഷം, മറ്റുള്ളവർക്കും സന്തോഷം. ആ രീതിയിലുള്ള ശാശ്വതമായ വിജയം നേടിയ വ്യക്തിത്വങ്ങളുടെ എല്ലാം പിന്നിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്പിരിച്വൽ ബാക്ക്ഗ്രൗണ്ടിൽ മാത്രമേ ഒരു വ്യക്തി ആര് തൻ്റെ ജീവിതം പ്ലാറ്റ്ഫോം അതിൻ്റെ ആധാരത്തിൽ പടുത്തുയർത്തിയിട്ടുണ്ടോ ആ ജീവിതത്തിലാണ് ആദി മധ്യ അന്ത്യം വിജയം നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത്. ആധ്യാത്മിക പ്രഭാവം സാധാരണക്കാരെ പോലും മഹാന്മാരാക്കി മാറ്റുന്നു. ഭൂമിയിൽ ജീവിച്ചിരുന്നവരും ജീവിച്ചിരിക്കുന്നവരുമായ മഹാത്മാക്കൾ നമ്മൾക്ക് സന്മാർഗദർശനം പ്രദാനം ചെയ്തിട്ടുണ്ട്. എന്നാൽ ആ മഹത്വം നമ്മളിലേക്ക് പകർന്നു ലഭിക്കുവാൻ നമ്മൾ ചെയ്യേണ്ടത് എന്തെല്ലാമാണ്? വരൂ, നമുക്ക് ഇന്നത്തെ പ്രയോഗശാലയിൽ എന്താണെന്ന് നോക്കാം. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ കുട്ടിക്കാലം മുതൽ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ഒരു ഇഷ്ട കഥാപാത്രം അല്ലെങ്കിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ട നമ്മുടെ ഫേവറേറ്റ് ഹീറോ, അത് ആരെങ്കിലും ദേവീദേവന്മാരാകാം, അല്ലെങ്കിൽ മഹാത്മാക്കളാകാം, ഗുരുക്കന്മാരാകാം, ആരാണോ നമ്മൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്, ആരാധിക്കുന്നത്, തീർച്ചയായിട്ടും അങ്ങനൊരു കഥാപാത്രം നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ ഉണ്ടാവും. അപ്പം നിങ്ങൾക്കും ഓരോരുത്തർക്കും ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കണം. എങ്ങനെയാണോ ഞാൻ ജാനകി ദാദിയുടെ ഉദാഹരണം പറഞ്ഞത്, ദാദിജിയിൽ എല്ലാ ദിവ്യ ഗുണങ്ങളും നമുക്ക് ദർശിക്കാൻ കഴിയും. ദാദിയിൽ നിന്ന് ഞാൻ പഠിച്ച, ആദ്യം ഞാൻ സ്വീകരിച്ച ആ ഒരു വിശേഷത, നന്മ, ഏറ്റവും വലിയ, ദാദിജി എല്ലാ കാര്യങ്ങളിലും വളരെ അക്യുറേറ്റാണ്. അക്യുറേറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയും പങ്ക്ച്വലാണ് ദാദി. ഏത് പ്രോഗ്രാമാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും ബിഫോർ ദാദി ഉണ്ടാവും. 7 മണിയുടെ പ്രോഗ്രാം വെച്ചാൽ ദാദി കൃത്യം 7 മണിക്ക് അല്ലെങ്കിൽ ബിഫോർ എത്തിച്ചേർന്നിരിക്കും. അത് കാണുന്ന സമയത്ത് എപ്പോഴും എൻ്റെ മനസ്സിൽ ഞാൻ എപ്പോഴും ചിന്തിക്കുമായിരുന്നു, എല്ലാ കാര്യങ്ങളിലും ഇതേപോലെയുള്ള കൃത്യത, നമ്മളും സമയനിഷ്ഠ ഇതേപോലെ പാലിക്കണം. ഒരിക്കലും നമ്മളൊരു കാര്യത്തിൽ ലേറ്റ് ആവാൻ പാടില്ല. അപ്പം കാരണം നമ്മളത് പാലിച്ചാൽ മാത്രമേ മറ്റുള്ളവർക്കും അത് പാലിക്കാൻ കഴിയുകയുള്ളൂ. അപ്പം അതേപോലെ നിങ്ങൾ ഓരോരുത്തരും ഇന്നത്തെ ദിവസം ഇതൊരു ഗൃഹപാഠം പോലെ, ഹോംവർക്ക് പോലെ ചെയ്യാൻ ശ്രമിക്കുക. മനസ്സിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾ,
ആരാണെന്ന് ചിന്തിച്ചിട്ട്, അതൊരു പക്ഷെ അച്ഛനാകാം, നമ്മുടെ അമ്മയാകാം, അല്ലെങ്കിൽ ആരെങ്കിലും മഹാപുരുഷന്മാരാകാം, ആരാണെങ്കിലും അവരെ ഇഷ്ടപ്പെടാൻ തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു കാരണമുണ്ടോ? എന്തുകൊണ്ട് ഞാൻ അവരെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നു? അതിനെന്തെങ്കിലും അവരുടെ ഒരു വിശേഷതയായിരിക്കും നമ്മളെ അട്രാക്റ്റ് ചെയ്തത്. ആ വിശേഷതയെ നമ്മുടേതാക്കി മാറ്റാൻ എന്താണോ അവരുടെ സ്പെഷ്യാലിറ്റി, ഒരുപക്ഷെ അവരുടെ ലവ്ഫുൾ നേച്ചറാകാം, അല്ലെങ്കിൽ അവരുടെ സത്യതയാകാം, അല്ലെങ്കിൽ അവരുടെ വിനയപൂർവമായ സ്വഭാവമാകാം, അല്ലെങ്കിൽ അവരുടെ ആത്മാർത്ഥതയോടുകൂടിയ വർക്കിംഗ് ശൈലിയാകാം. ഏതാണോ നിങ്ങളെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്യുന്നത്, ആ വിശേഷതയെ തൻ്റേതാക്കി മാറ്റുക. ആ ഒരു നന്മയെങ്കിലും ഇന്നത്തെ ദിവസം നമ്മൾ ആ രീതിയിലൊരു ഹോംവർക്ക് ചെയ്യാൻ ശ്രമിക്കണം. ആ നന്മയെ ഞാൻ എൻ്റേതാക്കി മാറ്റുക. അതാണ് ആരാധിക്കുക എന്ന് പറഞ്ഞ അർത്ഥം. അല്ലാതെ അവരുടെ ചിത്രം വെച്ച് മുന്നിൽ വെച്ചിട്ട് ഇതാണ് എൻ്റെ ഹീറോ, ഇതാണ് എൻ്റെ ഹീറോ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ആരാധിക്കുക അർത്ഥം നമ്മൾ അതുപോലെ ആയിത്തീരുക, അവരിലെ നന്മയെ നമ്മുടേതാക്കി മാറ്റുക. ആ ഒരു വിശേഷതയെങ്കിലും നമ്മൾ അങ്ങനെ ഓരോരുത്തരിൽ നിന്ന് ഓരോ നന്മകൾ എടുത്താൽ തന്നെ നന്മകളുടെ ഒരു നിറകുടമായിട്ട് നമുക്ക് ഓരോരുത്തർക്കും മാറാൻ കഴിയും. അങ്ങനെ നന്മ നിറഞ്ഞ് എങ്ങനെയാണോ ഒരു ഫ്ലവർ വേസിൽ പൂക്കൾ, അതേപോലെ നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിൽ വെറൈറ്റി ഗുണങ്ങൾ വരുമ്പോൾ തന്നെ ആ ഗുണങ്ങളെല്ലാം ചേരുമ്പോൾ ആ മനോഹരമായൊരു പൂച്ചെണ്ട് പോലെ നമുക്ക് നമ്മുടെ ജീവിതത്തെ ആക്കി തീർക്കാൻ കഴിയും. ഒരു അരയന്നം എല്ലായ്പ്പോഴും നല്ലതിനെ മാത്രം തിരഞ്ഞെടുക്കുവാൻ താല്പര്യപ്പെടുന്നു. അതുകൊണ്ട് തന്നെ പരിശുദ്ധിയുടെ പ്രതീകമായി അരയന്നത്തെ കാണിക്കുന്നു. നമ്മുടെ ജീവിതം ശ്രേഷ്ഠമാക്കി മാറ്റുവാൻ മറ്റുള്ളവരിലെ നന്മകളെ കണ്ട് ആ നന്മകളെ നമ്മളിലേക്ക് പകർത്തുകയും ചെയ്യണം. അപ്രകാരം ഓരോരുത്തരിലെയും ഓരോ നന്മകളെയും നാം സ്വീകരിക്കുമ്പോൾ നമ്മുടെ ജീവിതം നന്മ നിറഞ്ഞ ഒരു പൂച്ചെണ്ടായി മാറുന്നു. ആത്മാവിലെ നന്മയെ തൊട്ടുണർത്തുന്ന ഭഗവത് വചനങ്ങൾ ഇനി നമുക്ക് ശ്രദ്ധിക്കാം. ബ്രഹ്മകുമാരീസിന്റെ ലോകമെമ്പാടുമുള്ള ശാഖകളിൽ നിത്യേന ആത്മീയ വിദ്യാഭ്യാസം ആർജിക്കുന്ന നിരവധി ഈശ്വരീയ വിദ്യാർത്ഥികളുണ്ട്. അവരിൽ ചിലരുടെ അനുഭവങ്ങൾ ഇനി നമുക്ക് ശ്രദ്ധിക്കാം. ഞാൻ കോപ്പറേറ്റീവ് ബാങ്ക് സെക്രട്ടറി റിട്ടയർഡായ ആളാണ്. അതിൽ ബാങ്കിൽ ഒരുപാട് ടെൻഷൻ ജനങ്ങളായിട്ടുള്ള അഭിമുഖത്തിൽ വളരെ ആരെന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് എൻ്റെ സമനില തെറ്റി ദേഷ്യം പെട്ടെന്ന് വരും. അതുകൊണ്ട് ആരോടും ഒരാൾ പറയുന്നത് കേൾക്കാനുള്ള സന്മനസ്സില്ലാതെ അവരോട് എടുത്തു ചാടി എനിക്ക് പല ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ശാന്തതയും സൗമ്യതയും കൈവരിക്കാൻ വേണ്ടിയിട്ട് ഏതാണെന്നുള്ളത് അന്വേഷിച്ചിരിക്കുമ്പോഴാണ് എനിക്ക് എൻ്റെ അടുത്തൊരു ഒറ്റപ്പാലം ബ്രഹ്മകുമാരി സെൻറ്ററിൽ പോയപ്പോൾ അവിടുത്തെ ക്ലാസ് കേട്ടപ്പോൾ ഇത് നല്ലൊരു ഐഡിയയാണ്. നമ്മൾ ജനങ്ങളോട് ഒരാൾ പറയുന്നത് എന്താണ് കേട്ടിട്ട് അതിൻ്റെ സത്യം നിജസ്ഥിതി മനസ്സിലാക്കി പ്രതികരിക്കാനും നമുക്ക് ക്ഷമ കൈവരിക്കാനും എൻ്റെ കുടുംബത്തിൽ ഇപ്പോൾ ഒരു ശാന്തത കൊണ്ടുവരുവാനും ഈ ഇതിൽ വന്നതുകൊണ്ട് എനിക്കതിന് ഇപ്പോൾ ആ ക്ഷമ കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഞാൻ വളരെ ശാന്ത സ്വഭാവമായിട്ട് സൈലൻ്റായിട്ട് ജീവിച്ചു പോകുന്നു. ഞാൻ 1994 ബ്രഹ്മകുമാരീസ് വിദ്യാലയമായിട്ട് ശ്രീ കൂടൽമാണിക്യ ക്ഷേത്ര ഉത്സവത്തിൻ്റെ പ്രദർശനിച്ച് പരിചയപ്പെടുന്നത്. ഞാൻ സത്യത്തിലൊരു ആധ്യാത്മിക അന്വേഷകനായിരുന്നു. ഇതിനെത്തിയതിന് ശേഷം നമുക്ക് ഭഗവാന്റെ പല അനുഗ്രഹങ്ങളായിട്ടും നമ്മുടെ മഹാസരസ്വതി എപ്പോഴും ഇങ്ങനെ വേണ്ട സമയത്ത് വേണ്ട ബുദ്ധി സ്വയം അറിയാനും മറ്റുള്ള ഉയർത്താനും നമുക്ക് ഇതുവരെ സാധിച്ചിട്ടുണ്ട്. പ്രശ്നങ്ങളെ അതിജീവിക്കാനുള്ള ശക്തി ഭഗവാൻ നമുക്ക് തരണ കാരണം ഇന്ന് ലോകത്തിന് മാതൃകയായിട്ട് നമുക്ക് മറ്റുള്ളവരുടെ മുന്നിൽ തെളിവ് കൊടുക്കാൻ പറ്റുന്നുണ്ട്. ജ്ഞാനാമൃതധാരയിൽ അറിവും അനുഭവങ്ങളും ആത്മീയ പ്രയോഗങ്ങളുമായി ഇനി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നിങ്ങളുടെ അനുഭവങ്ങൾ ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ ഫോൺ നമ്പർ 9446820448. ഞങ്ങളുടെ ഇമെയിൽ ID shivajyotimedia@gmail.com.